ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് എഗ്ഗ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എഗ്ഗ് ഗ്രേവിയും എഗ് റോസ്റ്റുമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം മുട്ട വേവിച്ച് മാറ്റി വെക്കുക. ഇതിന് ശേഷം ഒരു ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് 4 സവാള ചെറുതാക്കി അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റുക. പിന്നീട് ഇതിലേക്ക് തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എന്നിവ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വേവിക്കുക. ഇതിലേക്ക് ഒരു ബാറ്റർ തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു പാത്രത്തിലോട്ട് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടീസ്പൂൺ കോൺഫ്ലവർ, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, കുരുമുളക് പൊടിച്ചത്, പിന്നെ കുറച്ച് സോയാ സോസ് എന്നിവ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് നിറത്തിന് ആവശ്യമായിട്ട് കുറച്ച് ഫുഡ് കളറ് ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നീട് ഈ മസാലയിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്റർ ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് വേവിക്കുക. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച എഗ്ഗ് ഇതിലേക്ക് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം അനുസരിച്ചിട്ട് ഈ ഗ്രേവി തിക്നെസ് ആക്കണമെങ്കിൽ കോൺഫ്ലവറിൻ്റെ അളവ് കൂട്ടി കൊടുത്താൽ മതിയാവും. ഇനി നമ്മളുടെ അടുത്ത റെസിപ്പി എഗ് റോസ്റ്റാണ്. ഇതിനു വേണ്ടി കാടമുട്ടയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച്, അതിനുശേഷം ആവശ്യത്തിന് സവാള ചെറുതാക്കി അരിഞ്ഞത്, പച്ചമുളക് എന്നിവ ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റുക. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുക. സവാള വഴറ്റിയതിന് ശേഷം അതിലേക്ക് തക്കാളി ചേർക്കുക. പിന്നെ ഒരു മിക്സിയുടെ ജാറിലിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, ഗ്രാമ്പു, കറുവപ്പട്ട, ഏലക്ക എന്നിവ ചതച്ചിട്ട് ഇതിലേക്ക് ചേർക്കുക. പിന്നെ ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ വെള്ളം തീരെ ചേർക്കുന്നില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച എഗ്ഗ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില ഒന്ന് വിതറി കൊടുക്കുക. മോർണിംഗിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സൂപ്പർ ഡിഷാണ് ഈ എഗ് റോസ്റ്റ്. അപ്പോൾ എല്ലാവരും ഈ 2 ഡിഷസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം പറയണേ. താങ്ക് യു.